Yes, hello, good evening. Welcome all. Welcome to Edus Academy. Yes, എല്ലാവരുടെയും ഗുഡ് ഈവനിങ് കാണുന്നുണ്ട്. സ്ക്രീൻ വിസിബിൾ ആവുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, ഓഡിബിൾ അല്ലേ? യെസ്, നർമ്മദ, നിമ്മി, സുതീഷ്, മാന്യ. യെസ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു? JPH എക്സാമിന് ഇനി ഒരു മാസം ഇല്ല. സ്റ്റാഫ് നഴ്സ് എക്സാം നമ്മൾ എപ്പോഴാണെന്ന് അറിയില്ല, ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആയിരിക്കും. എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? എങ്ങനെ പോകുന്നു? ഗുഡ് ഈവനിങ് ഓൾ, ഗുഡ് ഈവനിങ്. യെസ്, അപ്പൊ നമുക്ക് ഓഡിബിൾ ആണ്, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. നമുക്ക് അപ്പൊ നമ്മുടെ ഡിസ്കഷനിലേക്ക് പോവാം. നമ്മൾ സാധാരണ എന്താ ഇതൊരു സീരീസ് ആയിട്ടാണ് ചെയ്തു വരിക. മാതൃഭൂമിയിലെ തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ച ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് പീഡിയാട്രിക്സ് ആണ്. പീഡിയാട്രിക് നഴ്സിംഗിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ് വിത്ത് റാഷണൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ എങ്ങനെ ക്വസ്റ്റ്യൻസ് വായിക്കും, ഓപ്ഷൻസ് വായിക്കും. നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്നത് ഉറപ്പായിട്ടും എന്താ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് കമന്റ് ചെയ്യുക. ഇൻ കേസ് തെറ്റിപ്പോയാലും കുഴപ്പമില്ല, നമ്മൾ തെറ്റിൽ കൂടെയാണ് ശരി പഠിക്കുക. ഏറ്റവും ലാസ്റ്റ്, അതായത് നമ്മുടെ ഫൈനൽ എക്സാം ആകുമ്പോൾ മാത്രം നിങ്ങൾ തെറ്റ് വരുത്താതിരുന്നാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which term, ഇത് ആക്ച്വലി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, which term is defined as progressive series of orderly and coherent changes primarily in terms of qualitative change കേട്ടോ. അതായത് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ ഇംപ്രൂവ്മെന്റ് വരുന്ന അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടേം ഏതാണ് എന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഓപ്ഷൻ എ ഐഡന്റിറ്റി, ബി ഗ്രോത്ത്, സി സ്പേർട്ട്, ഡി ഡെവലപ്മെന്റ്. എന്താണ് കറക്റ്റ് ആൻസർ? യെസ്, ബബിത, സുഷ, ശരണ്യ, അഞ്ജു, സോജി, മെഹബൂബ, ശോഭ, ധീര, ആശ, യെസ്, അമൃത, എല്ലാവരും ഡി പറയുന്നുണ്ടല്ലോ. വെരി ഗുഡ്. സോ ഇവിടെ ആക്ച്വലി കറക്റ്റ് ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി ആണ്, ഡെവലപ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ വരിക അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം, ഓപ്ഷൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് എല്ലാവർക്കും തെറ്റിപ്പോവുക ഗ്രോത്തും ഡെവലപ്മെന്റും ആണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആണ് കേട്ടോ. ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആണ്, അതായത് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അളക്കാൻ കഴിയുന്ന ഹൈറ്റ്, വെയിറ്റ് എന്നൊക്കെ പറയുന്നത് അതാണ് ആക്ച്വലി ഗ്രോത്ത് എന്ന് പറയുക. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ് ആണ്, ലൈക്ക് ഇന്റലക്ച്വൽ, ഇമോഷൻസ്, ബിഹേവിയർ ഒക്കെയാണ് ഈ നമ്മളെ ഡെവലപ്മെന്റിൽ വരിക കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ സെഗ്മെന്റ്സ് ഓഫ് ദ ബോഡി at birth as measured from the symphysis pubis അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിംഫൈസിസ് പിബിസിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അപ്പർ ബോഡി സെഗ്മെന്റും ലോവർ ബോഡി സെഗ്മെന്റും അല്ലെ, ഇത് തമ്മിലുള്ള റേഷ്യോ എന്താണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1:1.7:1, ഓപ്ഷൻ ബി 1.3:1, ഓപ്ഷൻ സി 1:1, ഓപ്ഷൻ ഡി 1:1.3. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ജസ്റ്റ് കമന്റ് ചെയ്യാവോ? യെസ്, സൗമി, അലീഷ, ദിവ്യ, ഷാഹിന, അഞ്ജന, അമൃത, ശ്യാമിലി, ബബിത, ദേവു, ശിവ, പൂജ, ഗായത്രി, രതീഷ്, നിധി, രേഷ്മ, ഷെറിൻ, യെസ്, ശരണ്യ, അനു ബി പറയുന്നു, കുറച്ചുപേര് ബി പറയുന്നുണ്ട്, അശ്വതി എ പറയുന്നുണ്ട്, കാവ്യ എ പറയുന്നുണ്ട്, ജിജി എ പറയുന്നുണ്ട്, അമൃത, നർമ്മദ ബി പറയുന്നുണ്ട്, ആശ എ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ആക്ച്വലി ഇവിടെ എന്താ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ. 1.7:1 ആണ് ആക്ച്വലി എന്താ അറ്റ് ബർത്ത് കേട്ടോ. ബേർത്തിന്റെ ടൈമില് അപ്പർ ബോഡി സെഗ്മെന്റിന്റെ കേട്ടോ, ബേർത്തിന്റെ ടൈമിൽ ഓർക്കുക, ബേർത്തിന്റെ ടൈമില് അപ്പർ ബോഡി സെഗ്മെന്റിന്റെ ആക്ച്വലി എന്താ ലെങ്ത് കൂടുതലായിരിക്കും. അത് നമ്മൾ സിംഫൈസിസ് പിബിസിൽ നിന്നാണ് മെഷർ ചെയ്യുക എന്ന് ഓർക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? സോ ആക്ച്വലി ഇതാണ് നമ്മുടെ എന്താ ഒരു ഡയഗ്രാം. ഇപ്പൊ അറ്റ് ബേർത്ത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സിംഫൈസിസ് പിബിസിൽ നിന്ന് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അത് അപ്പർ ബോഡി സെഗ്മെന്റ് ആണ്, അതിന്റെ ലെങ്ത് കൂടുതലായിരിക്കും കേട്ടോ. അതാണ് 1.7:1 എന്ന് പറയുക. ദ അപ്പർ ബോഡി സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? വേർട്ടെക്സ് ടു സിംഫൈസിസ് പിബിസ്. വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തലയുടെ ഏറ്റവും ടോപ്പ് പോർഷൻ അല്ലെ, നമ്മളെ അതാണ് വേർട്ടെക്സ് എന്ന് പറയുക. വേർട്ടെക്സിൽ നിന്ന് സിംഫൈസിസ് പിബിസ് വരെയുള്ള ബോഡി പോർഷൻ ആണ് നമ്മൾ അപ്പർ സെഗ്മെന്റ് എന്ന് പറയുക. ലോവർ സെഗ്മെന്റ് ആണെങ്കിലോ സിംഫൈസിസ് പിബിസ് മുതൽ അല്ലെ, സിംഫൈസിസ് പിബിസ് മുതൽ ഹീൽ വരെയുള്ള പോർഷൻ ആണ് നമ്മൾ ലോവർ സെഗ്മെന്റ് എന്ന് പറയുക അല്ലെ. എന്നാൽ ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഏത് സമയത്താണ് ഇത് രണ്ടും ഈക്വൽ ആകുക എന്ന് ചോദിക്കും. അപ്പം അറ്റ് 10 years ആണ് കേട്ടോ. 10 years the upper segment and lower segment becomes equal. അല്ലെങ്കിൽ ചിലപ്പോൾ 7 to 10 എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. 7 ആക്ച്വലി 1.1:1 ആണ് വരിക കേട്ടോ. അപ്പം ഈക്വൽ ആകുക എപ്പോഴും 10 years ആണെന്ന് കൂടി ഓർക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ക്ലിയർ അല്ലേ? The development of human being is influenced by കേട്ടോ. ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്, ഓപ്ഷൻ ബി psychological and cultural features, ഓപ്ഷൻ സി relatives and teacher, ഓപ്ഷൻ ഡി ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഇതിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഹ്യൂമൻ ബീയിങ്ങിന്റെ
ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കുക. ഏതൊക്കെയാണ്? ശാന്തില ഡി പറയുന്നുണ്ട്, ജരേഷ് ഡി പറയുന്നുണ്ട്, ഫറ ഡി പറയുന്നുണ്ട്, ടിൻറ്റു ഡി പറയുന്നുണ്ട്, രതീഷ് ഡി പറയുന്നുണ്ട്, ശിവ ഡി പറയുന്നുണ്ട്, ഗായത്രി ഡി, ലക്ഷ്മി വിജയൻ ഡി, യെസ്, ബബിത ഡി, യെസ്, ഒത്തിരി പേര് ആൻസേഴ്സ് പറയുന്നുണ്ട്. യെസ്, നിത്യ എ പറയുന്നുണ്ട്, രമ്യ ഡി പറയുന്നുണ്ട്, സിഞ്ചു ഡി പറയുന്നുണ്ട്, അശ്വതി ഡി പറയുന്നുണ്ട്, അശ്വതി ബി പറയുന്നുണ്ട്, ആശ എ പറയുന്നുണ്ട്, ഡിക്സൺ ഡി പറയുന്നുണ്ട്, ശ്രീകുട്ടി ഡി പറയുന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി ഇത് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ, നമ്മളെ തെറ്റിക്കാനായിട്ട് മനഃപൂർവ്വം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം ആ ക്വസ്റ്റ്യനും അതിന്റെ ഓപ്ഷൻസ് എല്ലാം കൃത്യമായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. അപ്പം ഇവിടെ എന്താ ആൻസർ ആയിട്ട് വരിക? മെജോറിറ്റി ആൾക്കാരും കറക്റ്റ് ആൻസർ ആയിട്ടാണ് ആൻസർ പറഞ്ഞത്, ചിലരൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. എന്താണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക അല്ലെ. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാണ്? മെയിൻ ആയിട്ട് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ആണ്. നെക്സ്റ്റ് അഗെയിൻ ഒരു സ്റ്റേറ്റ്മെന്റ് പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ PSC ട്രെൻഡിങ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടന്റ് ഫോർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ടു മോണിറ്റർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ അല്ലെ. അതായത് ചിൽഡ്രന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ അസസ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആകുന്നത് അല്ലെ. ഓപ്ഷൻ എ, ഏർലി ഡിറ്റക്ഷൻ ഓഫ് പൊട്ടൻഷ്യൽ പ്രോബ്ലം ലീഡ് ടു earlier care and treatment. Option B, parents need reassurance from professionals to know their children are healthy. Option C, statistical analysis is important for research. Option D, studying groups of children helps to determine normal ranges. Yes, Anusha, Pooja, Tindu, അശ്വതി ഒക്കെ എ പറയുന്നുണ്ട്, ദിവ്യ എ, നിധി എ പറയുന്നുണ്ട്, ആമിന, വീണ എ പറയുന്നുണ്ട്, ബബിത എ പറയുന്നുണ്ട്, പാർവതി, എസ്, ദീപ എ പറയുന്നുണ്ട്, എസ്, സുധീഷ് എ പറയുന്നുണ്ട്, ഷെറിൻ എ പറയുന്നുണ്ട്, എസ്, നവമി എ പറയുന്നുണ്ട്, എസ്, സൂര്യ എ പറയുന്നുണ്ട്, ലിജി എ പറയുന്നുണ്ട്, രേഷ്മ, എസ്, രതീഷ് ഒക്കെ എ പറയുന്നുണ്ട്. വെരി ഗുഡ്. എന്താണ് ഇവിടെ നിങ്ങൾ എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ, വളരെ കറക്റ്റ് ആണ്. എന്താ? ഏർലി ഡിറ്റക്ഷൻ ഓഫ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് എന്താണ്? ലീഡ്സ് ടു ഏർലിയർ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ്. അതായത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നേരത്തെ അതിന്റെ ഇന്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയും. യെസ്, ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ PSC ട്രെൻഡിങ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, നമുക്ക് നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം. യെസ്, ഇൻ റെഫറൻസ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ which of the following statement is or are correct? കേട്ടോ, ഈ പറഞ്ഞിരിക്കുന്നതിലെ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വെച്ച് നോക്കുമ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊസീഡ് ഇൻ സെഫാലോ കോഡൽ ഡയറക്ഷൻ. ബി, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊസീഡ് ഇൻ പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ. ഓപ്ഷൻ 3 ആണെങ്കിലോ കാണുന്നുണ്ടോ? ഡെവലപ്മെന്റ് ഒക്കേഴ്സ് സൈമൾട്ടേനിയസ്ലി അക്രോസ് ഡിഫറെന്റ് ഡൊമൈൻസ്, അതായത് ഫിസിക്കൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ. ദെൻ നാലാമത്തെ ഓപ്ഷൻ ആണെങ്കിലോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് റാൻഡം ആൻഡ് പ്രിഡിക്റ്റബിൾ. കേട്ടോ, ഇതാണ് നമ്മുടെ 4 സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായല്ലോ. ഇനി ഓപ്ഷൻസിന് വരുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ എക്സ്പ്ലനേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊസീഡ് ഇൻ സെഫാലോ കോഡൽ ഡയറക്ഷൻ. കേട്ടോ, സെഫാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹെഡ്. കേട്ടോ, സെഫാലോ എന്ന് പറഞ്ഞാൽ ഹെഡ്. സോ ഹെഡിൽ നിന്ന് താഴേക്കാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രസ് ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുക. സെക്കൻഡ് ഓപ്ഷൻ എന്താ പറയുക? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊസീഡ് ഇൻ പ്രോക്സിമോ ഡിസ്റ്റൽ, അതായത് പ്രോക്സിമൽ സൈഡ്, അടുത്ത് നിന്ന് പിന്നെ ദൂരേക്കാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊസീഡ് ചെയ്യുന്നതെന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത്. മൂന്നാമത്തെ ആണെങ്കിലോ ഡെവലപ്മെന്റ് ഒക്കെ സൈമൾട്ടേനിയസ്ലി അക്രോസ് ഡിഫറെന്റ് ഡൊമൈൻസ്, എല്ലാ ഡൊമൈൻസിലും ഒരുപോലെ ഡെവലപ്മെന്റ് ഒക്കർ ചെയ്യും എന്നാണ് പറയുക. നാലാമത് പറയുന്നതോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആർ റാൻഡം ആൻഡ് അൺപ്രഡിക്റ്റബിൾ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അത് റാൻഡം ആണ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ്, അത് അൺപ്രഡിക്റ്റബിൾ എന്നാണ് നാലാമത്തെ കാര്യം പറയുന്നത്. ആക്ച്വലി ഇതാ വരുന്നതേ ഉള്ളൂ, നിങ്ങളുടെ ഓപ്ഷൻസ് ABCD ഓപ്ഷൻസ് വരുന്നതേ ഉള്ളൂ. സോ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാല് 1 and 2 only. ഓപ്ഷൻ ബി 1, 2, 3 only. ഓപ്ഷൻ സി 2 and 4 only. ഓപ്ഷൻ ഡി 1 and 4 only. ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? യെസ്, പറഞ്ഞോളൂ. ബബിത എ പറഞ്ഞു, യെസ്, ഷമീന എ പറഞ്ഞു, ഫറ എ പറഞ്ഞു, പ്രീജ ഡി പറഞ്ഞു, അമൃത ബി പറഞ്ഞു, അഞ്ജു ബി പറഞ്ഞു, ശാന്തില ബി പറഞ്ഞു, വിജയലക്ഷ്മി ബി പറഞ്ഞു, ജ്യോതി ബി പറഞ്ഞു, സുഷ സി പറഞ്ഞു, യദു ബി പറഞ്ഞു, വന്ദന എ പറഞ്ഞു, യെസ്, ദിവ്യ ബി പറഞ്ഞു, ഹിമ ബി പറഞ്ഞു, ഷെറിൻ എ പറഞ്ഞു, സുഷ ബി പറഞ്ഞു, ഷൈനി എ, സുജ ബി പറഞ്ഞു, നിസ്സിരാജ് ബി പറഞ്ഞു. യെസ്, ആക്ച്വലി
ഇത് തന്നെയാണ് നമ്മുടെ PSC കാരും ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങളെയൊക്കെ PSC അല്ല ഏത് എക്സാം ആയിക്കോട്ടെ, RRB ആണെങ്കിലും എയിംസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ തെറ്റിക്കുക കേട്ടോ. ഇവിടെ ആക്ച്വലി ഒത്തിരി പേരെ തെറ്റ് വരുത്തിയിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ B ആണ്. ശ്രീലക്ഷ്മിയൊക്കെ 2-3 പ്രാവശ്യം B പറഞ്ഞിട്ടുണ്ട്, അത്രയും ഉറപ്പാന്ന് തോന്നുന്നു അല്ലേ. സോ B ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ആക്ച്വലി ആ സ്റ്റേറ്റ്മെന്റ് നന്നായിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി കോൺട്രാക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ ഈസ് ദ ഡെവലപ്മെന്റ് കോഷ്യന്റ് കാൽക്കുലേറ്റഡ് ഇൻ ഡെവലപ്മെന്റൽ അസസ്മെന്റ്? കേട്ടോ, നമ്മുടെ ഡെവലപ്മെന്റൽ അസസ്മെന്റിലെ ഡെവലപ്മെന്റ് കോഷ്യന്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. യെസ്, നല്ല ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. സോ ഓപ്ഷൻ A എന്ന് പറഞ്ഞാൽ ആവറേജ് ഏജ് അറ്റ് അറ്റൈൻമെന്റ് ആൻഡ് ഒബ്റ്റൈൻഡ് ഏജ് അറ്റ് അറ്റൈൻമെന്റ് ഇൻറ്റു 100. B ആവറേജ് ഏജ് അറ്റ് അറ്റൈൻമെന്റ് ബൈ അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ obtained age at attainment into 100. Option C obtained age at attainment by average age at attainment into 100. Option D average age at attainment plus obtained age at attainment into 100. ഏതാണ് ആക്ച്വലി ഈ ഡെവലപ്മെന്റ് കോഷ്യന്റിന്റെ ഫോർമുല ആയിട്ട് വരിക? എസ് മിനിമോൾ B പറയുന്നുണ്ട്, റാണി D പറയുന്നുണ്ട്, ആരതി A പറയുന്നുണ്ട്. യെസ്, ബാക്കിയുള്ളവരും കൂടെ ആൻസർ ചെയ്യും, കുഴപ്പമില്ല, തെറ്റിപ്പോയാലും കുഴപ്പമില്ല. എനിക്കറിയാം നിങ്ങൾ അത്ര ഫെമിലിയർ ആയിരിക്കത്തില്ല. അശ്വതി C പറയുന്നുണ്ട്, അശ്വതി B പറയുന്നുണ്ട്, അശ്വതി S B പറയുന്നുണ്ട്, നിസിരാജ് B പറയുന്നുണ്ട്, സുനിഷ B പറയുന്നുണ്ട്, നവമി B പറയുന്നുണ്ട്, സിത്താര വീണ B പറയുന്നുണ്ട്. യെസ്, നമുക്ക് നോക്കാം അല്ലെ. യെസ്, നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു അല്ലെ. ഐഷ B പറയുന്നുണ്ട്. എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഇവിടെ ഓപ്ഷൻ ഏതാ? C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അതായത് ഒബ്റ്റൈൻഡ് ഏജ് അറ്റ് അറ്റൈൻമെന്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ഏജ് അറ്റ് അറ്റൈൻമെന്റ് ഇൻറ്റു 100. നമുക്ക് അതിന് ജസ്റ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം കേട്ടോ. സോ ഡെവലപ്മെന്റൽ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡെവലപ്മെന്റൽ കോഷ്യന്റ് ഇസ് എ ടൂൾ യൂസ്ഡ് ഇൻ പീഡിയാട്രിക് അസസ്മെന്റ് ടു ഇവാലുവേറ്റ് എ ചൈൽഡ്സ് ഡെവലപ്മെന്റൽ പ്രോഗ്രസ് കേട്ടോ. ചൈൽഡ്സ് ഡെവലപ്മെന്റൽ പ്രോഗ്രസ് in relative to their chronological age. അതായത് കുഞ്ഞിന്റെ ഡെവലപ്മെന്റൽ പ്രോഗ്രസ്, ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ എന്താ ഏജ് വെച്ചിട്ട് കേട്ടോ, ഈ കുഞ്ഞിന്റെ ഏജ് വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്യുന്നതിനാണ് ഡെവലപ്മെന്റൽ കോഷ്യന്റ് എന്ന് പറയുക. സോ അതിന്റെ ഫോർമുല എങ്ങനെയാ വരിക? ഡെവലപ്മെന്റൽ കോഷ്യന്റ് ഈസ് ഈക്വൽ ടു ഡെവലപ്മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ chronological age into 100 കേട്ടോ. അതിലെ ഡെവലപ്മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ ഏജ് വിത്ത് ദ ചൈൽഡ് ഈസ് ഫംഗ്ഷനിങ്, അതായത് ഒബ്റ്റൈൻഡ് ഏജ് ആണ്. കൊറോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ ദ ചൈൽഡ്സ് ആക്ച്വൽ ഏജ് കേട്ടോ. ഒബ്റ്റൈൻഡ് ഏജ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ആ കാര്യം ആ കുഞ്ഞ് ചെയ്തു തുടങ്ങിയത്. കൊറോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഏജ്. സോ ഡിവൈഡഡ് ബൈ ഇൻറ്റു 100. ഇതാണ് ആക്ച്വലി ഡെവലപ്മെന്റൽ കോഷ്യന്റിന്റെ ഫോർമുല ആയിട്ട് വരിക കേട്ടോ. സോ ഇത് ഒന്ന് പഠിക്കുക കേട്ടോ. അത്ര ക്ലിയർ അല്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിക്കാം. യെസ്, നെക്സ്റ്റ് ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ഡെവലപ്മെന്റ് അസസ്മെന്റ് ടെക്നിക് എക്സെപ്റ്റ് കേട്ടോ. ഈ തന്നിരിക്കുന്നതില് ഡെവലപ്മെന്റ് അസസ്മെന്റ് ടെക്നിക്ക് അല്ലെങ്കിൽ ടൂൾ ആയിട്ട് യൂസ് ചെയ്യാത്തത് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ DASII കേട്ടോ, DASII. ഓപ്ഷൻ ബി DDST, ഓപ്ഷൻ സി TDSC, ഓപ്ഷൻ ഡി MSc. ഇതിൽ ഏതാണ് ഡെവലപ്മെന്റൽ അസസ്മെന്റ് ടെക്നിക് ആയിട്ട് യൂസ് ചെയ്യാത്തത്? യെസ്, അശ്വതി D പറയുന്നുണ്ട്, ആരതി C പറയുന്നുണ്ട്, ദിവ്യ D പറയുന്നുണ്ട്, നിധി D പറയുന്നുണ്ട്, അനുഷ D പറയുന്നുണ്ട്, അനീഷ D പറയുന്നുണ്ട്, അർച്ചന D പറയുന്നുണ്ട്, ദിവ്യ D പറയുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. അനു, ദീപ ഒക്കെ D പറയുന്നുണ്ട്. യെസ്, ജ്യോതി D പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നല്ലേ? കാരണം MSc എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സൈക്യാട്രിയിലാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. MSc എന്ന് പറഞ്ഞാൽ എന്താണ്? മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ അല്ലെ. അപ്പൊ നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ ഒന്ന് പഠിച്ചു പോണ്ടേ, കാരണം അവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാം കേട്ടോ. സോ എന്താണ് ഈ DASII എന്ന് പറയുന്നത്? സോ ഡെവലപ്മെന്റൽ അസസ്മെന്റ് സ്കെയിൽ ഫോർ ഇന്ത്യൻ ഇൻഫൻസ് കേട്ടോ. അതാണ് ഡെവലപ്മെന്റൽ അസസ്മെന്റ് സ്കെയിൽ ഫോർ ഇന്ത്യൻ ഇൻഫൻസ്. അതെന്താണ്? സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾ ടു അസസ് ദ മോട്ടോർ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് ഇൻഫൻസ് അപ് ടു 30 months ഓഫ് ഏജ് കേട്ടോ. അതായത് 2.5 വയസ്സാകുന്നത് വരെ കുഞ്ഞിന്റെ മോട്ടോർ ഡെവലപ്മെന്റും മെന്റൽ ഡെവലപ്മെന്റും അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾ ആണ് ഡെവലപ്മെന്റൽ അസസ്മെന്റ് സ്കെയിൽ ഫോർ ഇന്ത്യൻ ഇൻഫൻസ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോണേ. കാരണം ഇതൊക്കെ ചോദിക്കാം, ഇതിന്റെ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ചോദിക്കാം, എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഇങ്ങനെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും അനലൈസ് ചെയ്ത് പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് DDST എന്താണ്? ഡെൻവർ ഡെവലപ്മെന്റൽ സ്ക്രീനിങ് ടെസ്റ്റ് കേട്ടോ. ഡെൻവർ ഡെവലപ്മെന്റൽ സ്ക്രീനിങ് ടെസ്റ്റ് യൂസ് ടു സ്ക്രീൻ ഡെവലപ്മെന്റൽ ഡിലേസ് ഇൻ ചിൽഡ്രൻ ഫ്രം ബർത്ത് ടു 6 years കേട്ടോ. കുഞ്ഞുങ്ങളെ ജനിച്ചത് മുതൽ ബർത്ത് മുതൽ 6 വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റൽ ഡിലേസ് അസസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് DDST, ഡെൻവർ ഡെവലപ്മെന്റൽ സ്ക്രീനിങ് ടെസ്റ്റ് കേട്ടോ. ഡെൻവർ ഡെവലപ്മെന്റൽ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് ഓർക്കുക കേട്ടോ. നെക്സ്റ്റ്
TDSC എന്താണ്? ട്രിവാൻഡ്രം ഡെവലപ്മെന്റ് സ്ക്രീനിങ് ചാർട്ട് ആണ്. TDSC ട്രിവാൻഡ്രം ഡെവലപ്മെന്റ് സ്ക്രീനിങ് ചാർട്ട് ആണ്. ഇത് ഒരു ക്വിക്ക് സ്ക്രീനിങ് ടൂൾ ആണ് കേട്ടോ. ഇത് ക്വിക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീനിങ് ടൂൾ ആണ് യൂസ്ഡ് ഇൻ ഇന്ത്യ ഫോർ ഐഡന്റിഫൈങ് ദ ഡെവലപ്മെന്റൽ ഡിലേസ് ഇൻ ചിൽഡ്രൻ അണ്ടർ 2 years of age കേട്ടോ. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റൽ ഡിലേ അസസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂളിന്റെ പേരെന്താണ്? TDSC ട്രിവാൻഡ്രം ഡെവലപ്മെന്റൽ സ്ക്രീനിങ് ചാർട്ട് എന്നാണ് അതിനെ പറയുക കേട്ടോ. ക്ലിയർ ആയല്ലോ? യെസ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദ ഡ്യൂറേഷൻ ഓഫ് നിയോനേറ്റൽ പീരീഡ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. നിയോനേറ്റൽ പീരീഡിന്റെ ഡ്യൂറേഷൻ. ഓപ്ഷൻ 0 to 28 days, B 0 to 3 months, ഓപ്ഷൻ C 0 to 7 days, ഓപ്ഷൻ D 0 to 1 year. യെസ് നിയോനേറ്റൽ പീരീഡ്. യെസ്, അമൃത A പറഞ്ഞിട്ടുണ്ട്, ഗായത്രി C പറഞ്ഞിട്ടുണ്ട്, ആൽവിൻ A പറഞ്ഞിട്ടുണ്ട്, വിനു A പറയുന്നുണ്ട്, സൗമ്യ A പറയുന്നുണ്ട്, നവമി A പറയുന്നുണ്ട്. യെസ്, ഒത്തിരി പേര് A പറയുന്നുണ്ട്. സുനിഷ, ഫറ, രശ്മി, ഹിമ, യെസ് മറിയം, സജ, ലിജി, ശാന്തില, നിത്യ, അശ്വതി ഒക്കെ പറയുന്നുണ്ട്. വെരി ഗുഡ്. സോ ഇവിടെ നിയോനേറ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ 0 to 28 days ആണ്. അതിൽ വേറെ ഒരു കാര്യമുണ്ട്. ഈ ഓപ്ഷൻ സി 0 to 7 days എന്താണ്? 0 to 7 days എന്താണ്? ചാറ്റ് ചെയ്യൂ, കമന്റ് ചെയ്യൂ. 0 to 7 days ഏർലി നിയോനേറ്റൽ പീരീഡ് എന്ന് പറയട്ടെ. ഏർലി നിയോനേറ്റൽ പീരീഡ് ആണ് 0 to 7 days. ഇവിടെ കറക്റ്റ് ആൻസർ വരിക 0 to 28 days ആണ്. യെസ്, നമുക്ക് വേറെ ഡൗട്ട് ഇല്ലല്ലോ. 0 to 7 days എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർലി അനുഷ പറയുന്നുണ്ട് ഏർലി നിയോനേറ്റൽ ഡേയ്സ് ആണ് 0 to 28 days എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് വളരെ മനോഹരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. What is the duration of embryonic stage referred to in the normal developmental phase? കേട്ടോ, നോർമൽ ഡെവലപ്മെന്റൽ ഫേസിലെ എംബ്രിയോണിക് സ്റ്റേജിന്റെ ഡ്യൂറേഷൻ പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ എ 0 to 14 days, B 14 days to 10 weeks, ഓപ്ഷൻ C 8 days to 6 weeks, ഓപ്ഷൻ D 14 days to 8 weeks. ഏതാണ് എംബ്രിയോണിക് സ്റ്റേജ് കേട്ടോ? എംബ്രിയോണിക് സ്റ്റേജ്. യെസ്, അശ്വതി D പറയുന്നത്. ഞാൻ നിങ്ങളുടെ ആൻസേഴ്സ് കണ്ടില്ല കേട്ടോ, ഞാൻ ഓപ്ഷൻ വായിക്കുകയായിരുന്നു. യെസ്, അമൃത D, ലിൻസി D, യെസ് അനുഷ D, സജ D, യെസ് ഐഷ D, യെസ് നീതു D, നിത്യ D, ഒത്തിരി പേര് D പറയുന്നുണ്ടല്ലേ. സോ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. എന്താ ഓപ്ഷൻ? ആക്ച്വലി D ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. എംബ്രിയോണിക് സ്റ്റേജ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ. എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 2 weeks to 8 weeks കേട്ടോ. 2 to 8 weeks ആണ് എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ബാക്കി കൂടെ നോക്കി പോവാം. സ്റ്റേജസ് ഓഫ് പ്രീനേറ്റൽ ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം കേട്ടോ. അതിൽ ഒന്നാമത് വരുന്നത് എന്താണ്? ഓവുലാർ പീരീഡ് കേട്ടോ. ഓവുലാർ പീരീഡിന് വേറൊരു പേരുണ്ട്. എന്താണ്? ജെർമിനൽ പീരീഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ PSC കാർക്ക് ഇരട്ട പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ ചോദിക്കും, അവർക്ക് വളരെ ഇഷ്ടമാണ്. സോ ഓവുലാർ പീരീഡിന് വേറൊരു പേര് എന്താണ്? ജെർമിനൽ പീരീഡ് ആണ്. ഇത് ഫസ്റ്റ് 2 weeks ഫോളോയിങ് ഓവുലേഷൻ കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞ് ആദ്യത്തെ 2 ആഴ്ചയാണ് ഈ ഓവുലാർ പീരീഡ് എന്ന് പറയുക, അല്ലെങ്കിൽ ജെർമിനൽ പീരീഡ് എന്ന് പറയുക. നെക്സ്റ്റ് എന്താണ്? എംബ്രിയോണിക് പീരീഡ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു ബിഗിൻസ് എ 3rd week ഫോളോയിങ് ഓവുലേഷൻ കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞ് 3ാമത്തെ കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എംബ്രിയോണിക് പീരീഡ്. എക്സ്റ്റെൻസ് അപ് ടു 10 weeks of gestation, അതായത് 8 weeks പോസ്റ്റ് കൺസെപ്ഷൻ കേട്ടോ. ഇത് തെറ്റിപ്പോകരുത്, ഇതുപോലെ തന്നെ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് കൺസെപ്ഷനും ഈ ജസ്റ്റേഷനും തമ്മിൽ ഏജ് അതിന്റെ പീരീഡിൽ 2 weeksന്റെ വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് അങ്ങനെ തന്നെ പഠിച്ചോണേ. നെക്സ്റ്റ് ഫീറ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗിൻസ് ആഫ്റ്റർ 8 week കേട്ടോ. 8 ആഴ്ച കഴിയുമ്പോഴത്തേക്കാണ് ഫീറ്റൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക ഫോളോയിങ് കൺസെപ്ഷൻ ആൻഡ് എൻഡ്സ് ഇൻ ഡെലിവറി കേട്ടോ. ഡെലിവറി വരെയാണ് ഈ ഫീറ്റൽ പീരീഡ് പറയുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വേറൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. At the time of implantation, the human embryo is called as. ഇംപ്ലാന്റേഷന്റെ സമയത്ത് ഹ്യൂമൻ എംബ്രിയോ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻ എ എംബ്രിയോ, ഓപ്ഷൻ ബി ബ്ലാസ്റ്റോസിസ്റ്റ്, ഓപ്ഷൻ സി സൈഗോട്ട്, ഓപ്ഷൻ ഡി ഫീറ്റസ്. എന്താണ് ഈ ഇംപ്ലാന്റേഷൻ സമയത്ത് നമ്മൾ പറയുക? അശ്വതി ബി പറയുന്നുണ്ട്, അശ്വനി ഡി പറയുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല കേട്ടോ. ദിയ ബി പറയുന്നുണ്ട്, അനീഷ സി പറയുന്നുണ്ട്, ജോസ്മി ബി പറയുന്നുണ്ട്, വന്ദന ബി പറയുന്നുണ്ട്, ദീപ്തി സി പറയുന്നുണ്ട്, അശ്വതി ലിജി സി പറയുന്നുണ്ട്, ദീപ ബി പറയുന്നുണ്ട്, ആൽവിൻ സി പറയുന്നുണ്ട്, ദീപ്തി സി പറയുന്നുണ്ട്, ശില്പ ബി. നമുക്ക് ആക്ച്വലി ഒരു ബി സി ആ ഒരു എന്താ കോമ്പിനേഷനിലാണ് ഇവിടെ ആൻസേഴ്സ് കിട്ടുക. എന്താണ് കറക്റ്റ് ആൻസർ? ഞാൻ ഇവിടെ മെജോറിറ്റി ആൾക്കാര് ബി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ആക്ച്വലി അതിന്റെ കൂടെ പോവുകയാണ്. ബി ബ്ലാസ്റ്റോസിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം.
ഒന്നുകൊണ്ട് വിഷമിക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചോണേ. ബി ആണ് ഇവിടെ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇംപ്ലാന്റേഷന്റെ സമയത്ത് നമ്മൾ ഈ ഇതിന് എന്താ പറയുക, ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുക ആണെന്ന് പറയുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഒന്നുകൊണ്ട് പേടിക്കട്ട. അറ്റ് ദ ടൈം ഓഫ് ഇംപ്ലാന്റേഷൻ കേട്ടോ, ഇംപ്ലാന്റേഷന്റെ ടൈമിൽ അത് എപ്പോഴാണ് ഇംപ്ലാന്റേഷൻ നടക്കുക? 6 to 10 days ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ കേട്ടോ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ നടന്നത്, ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓവവും സ്പേമും കൂടെ മീറ്റ് ചെയ്തു അല്ലെ. സോ ഈ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 6 മുതൽ 10 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് ഈ ഇംപ്ലാന്റേഷൻ നടക്കുക കേട്ടോ. ദ ഡെവലപ്പിംഗ് ഹ്യൂമൻ ഓർഗാനിസം ഈസ് ഇൻ ദ ബ്ലാസ്റ്റോസിസ് സ്റ്റേജ്. അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് കേട്ടോ, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് സംഭവം ഇവൻ എന്തായിരിക്കും ഫോം? ഇവന്റെ ഫോം ബ്ലാസ്റ്റോസിസ്റ്റ് ആയിരിക്കും കേട്ടോ. സോ ഈ ബ്ലാസ്റ്റോസിസ്റ്റിൽ എന്തൊക്കെയുണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇന്നർ സെൽ മാസ്, ബ്ലാസ്റ്റോസിസ്റ്റിന് ഒരു ഇന്നർ സെൽ മാസ് ഉണ്ട്. അത് പിൽക്കാലത്ത് അല്ലെങ്കിൽ പിന്നീട് അത് എംബ്രിയോ ആയിട്ട് മാറും കേട്ടോ. അത് പിന്നീട് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും. പിന്നെ അതിനൊരു ഔട്ടർ ലെയർ ഉണ്ട്, അതിനെ ട്രോഫോബ്ലാസ്റ്റിക് ലെയർ. ഇമ്പോർട്ടന്റ് ആണ്. ട്രോഫോബ്ലാസ്റ്റിക് ലെയർ എന്ന് പറയും, വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടു എന്താണ്? പ്ലാസന്റ ഫോർമേഷൻ. പ്ലാസന്റ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ലെയർ ഏതാണ്? ട്രോഫോബ്ലാസ്റ്റ്. PT എന്ന് ഓർത്ത് പഠിക്കട്ടോ. പ്ലാസന്റ ട്രോഫോബ്ലാസ്റ്റിക് ലെയർ ചോദിക്കും കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് ഇത് കേട്ടോ. അതായത് പ്ലാസന്റ ഫോം ചെയ്യുന്നത് ട്രോഫോബ്ലാസ്റ്റിക് ലെയറിൽ നിന്നാണ്. ഇനി ഞാൻ പറഞ്ഞു തരാം ഈ ഡെവലപ്മെന്റൽ സ്റ്റേജസ്. ആദ്യം സൈഗോട്ട് ഫോം ചെയ്യും, സിംഗിൾ സെൽഡ് ഫോം ആണ്. ഫെർട്ടിലൈസേഷന്റെ സമയത്ത് ഫോം ചെയ്യുന്നതിന്റെ പേരെന്താണ്? സൈഗോട്ട് ആണ്. അതിനുശേഷം എന്താണ്? മോറുല കേട്ടോ. മോറുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോളിഡ് ബോൾ ഓഫ് സെൽസ് ആണ് കേട്ടോ. ഒരു ബോൾ ഓഫ് സെൽസിനാണ് നമ്മൾ മോറുല എന്ന് പറയുക. അതിനുശേഷം എന്താണ്? ബ്ലാസ്റ്റോസിസ്റ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഹോളോ ബാൾ ഓഫ് സെൽസ്, അതായത് 5 to 6 daysലാണ് അത്. ആ സമയത്താണ് ഇവൻ എന്ത് നടക്കുക? ഇംപ്ലാന്റേഷൻ നടക്കുക. അതിനുശേഷം എംബ്രിയോ ആണ്. ഫ്രം ഇംപ്ലാന്റേഷൻ അണ്ടിൽ 8 weeks, 8 ആഴ്ച വരെ. അതിനുശേഷം നമ്മൾ ഇവനെ പറയുന്ന പേരെന്താണ്? ഫീറ്റസ് എന്ന് പറയും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇവനെ ഫീറ്റസ് എന്ന് പറയും. അപ്പൊ തന്നെ ഈ ഒരു ഡയഗ്രാം കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ മറക്കത്തില്ല കേട്ടോ. അതാണ്ട് ആദ്യം വരുന്ന എന്താണ്? ഒരു 2 celled സ്റ്റേജ് ആണ്. പിന്നെ എന്താ വരിക? ഒരു 4 celled സ്റ്റേജ് ആണ് വരിക. പിന്നെ നമുക്ക് വരുന്ന ഇവൻ എന്താണ്? ഇത് നമ്മുടെ മോറുലയാണ്, ഇത് നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് കേട്ടോ. ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ഇതിനാണ് ട്രോഫോബ്ലാസ്റ്റിക് ലെയർ. ഇതാണ് നമ്മുടെ പ്ലാസന്റ ആയിട്ട് പിൽക്കാലത്ത് മാറുന്നത് കേട്ടോ. അപ്പം ഇനി മറക്കത്തില്ലല്ലോ, ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് ആൻസർ. ഇനി നിങ്ങൾ മറക്കത്തില്ലല്ലോ, ക്ലിയർ അല്ലേ? യെസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ പീരിയഡ് ഓഫ് ഓവം റെഫേഴ്സ് ടു വിച്ച് സ്റ്റേജ് ഓഫ് പ്രീ നേറ്റൽ ഡെവലപ്മെന്റ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടുണ്ടോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ദ പീരിയഡ് ഓഫ് ദ ഓവം റെഫേഴ്സ് ടു ദ വിച്ച് സ്റ്റേജ് ഓഫ് പ്രീ നേറ്റൽ ഡെവലപ്മെന്റ്. ഓപ്ഷൻ എ ഫ്രം കൺസെപ്ഷൻ ടു 2 weeks, from 3 weeks to 2 months. Option C from 3rd month to birth. Option D from the start of labor to delivery. പറയൂ. യെസ്. ജയശ്രീ എ പറയുന്നുണ്ട്, വിദ്ദു എ പറയുന്നുണ്ട്, അമൃത എ പറയുന്നുണ്ട്, ശരണ്യ എ പറയുന്നുണ്ട്, അശ്വതി എ പറയുന്നുണ്ട്, ലിൻസി എ പറയുന്നുണ്ട്, ഗായത്രി എ പറയുന്നത്, എല്ലാവരും എ ആണല്ലോ. സജ എ പറയുന്നുണ്ട്, സൂര്യ എ പറയുന്നുണ്ട്, രേവതി എ പറയുന്നുണ്ട്, അമൃത എ പറയുന്നുണ്ട്, ഹരിഷ്മ എ പറയുന്നുണ്ട്, നന്ദന എ പറയുന്നുണ്ട്, യെസ്. ആൽവിൻ എ പറയുന്നുണ്ട്. യെസ്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. ഇതുപോലെ പഠിക്കുക കേട്ടോ, നന്നായിട്ട് പഠിക്കുക. സോ ഫ്രം കൺസെപ്ഷൻ ടു 2 weeksനാണ് നമ്മൾ ഓവം എന്ന് പറയുക കേട്ടോ. അപ്പം ഈ ഓവം, അതായത് ഈ 2 weeksൽ നടക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ചോദിക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് ഇത്, അല്ലെങ്കിൽ പറ്റിയൊരു ഏരിയ ആണ്. അപ്പൊ ഈ സ്റ്റേജിൽ എന്തൊക്കെ ഇവന്റ്സ് നടക്കുക? ഒന്ന്, സെൽ ഡിവിഷൻ നടക്കുക. ഇതിന് നമ്മൾ എന്താ പറയുക? ക്ലീവേജ് എന്ന് പറയും കേട്ടോ, സെൽ ഡിവിഷൻ. രണ്ടാമത് എന്താ നടക്കുക? ഫോർമേഷൻ ഓഫ് മോറുല ആൻഡ് ബ്ലാസ്റ്റോസിസ്റ്റ്. മോറുലയും ബ്ലാസ്റ്റോസിസ്റ്റും ഫോം ചെയ്യും. മൂന്നാമതോ, ഇംപ്ലാന്റേഷൻ ഓഫ് ദ ബ്ലാസ്റ്റോസിസ്റ്റ്. ഇതാ ഇവിടെ പറയുന്നുണ്ട്, ഇംപ്ലാന്റേഷൻ ഓഫ് ദ ബ്ലാസ്റ്റോസിസ്റ്റ് ഇൻ ടു ദ യൂട്രൈൻ വാൾ. യൂട്രൈൻ വാളിലേക്ക് ആര് പോയി ഇംപ്ലാന്റ് ചെയ്യും? ബ്ലാസ്റ്റോസിസ്റ്റ് പോയിട്ട് ഇംപ്ലാന്റ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് വേറൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, മനോഹരമായ ക്വസ്റ്റ്യൻ ആണ്. ലെസിത്തിൻ സ്വിങ്കോമൈലിൻ റേഷ്യോ കേട്ടിട്ടുണ്ടാവും. ഓഫ് 2 to 2.5 സജസ്റ്റ് കേട്ടോ. ലെസിത്തിൻ സ്വിങ്കോമൈലിൻ റേഷ്യോ 2 to 2.5 സജസ്റ്റ്. ഓപ്ഷൻ എ, ഇമ്മച്ചുവർ ഫീറ്റൽ ലങ്സ്. ഓപ്ഷൻ ബി, ട്രാൻസിഷണൽ ഫീറ്റൽ ലങ്സ്. ഓപ്ഷൻ സി, മെച്ചുവർ ഫീറ്റൽ ലങ്. ഓപ്ഷൻ ഡി, പോസ്റ്റ് മെച്ചുവർ ഫീറ്റൽ ലങ്. യെസ്, പറയൂ. കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ചെയ്യൂ. യെസ്. ദിവ്യ സി പറയുന്നുണ്ട്, അർച്ചന എ പറയുന്നുണ്ട്, ദിവ്യ എ പറയുന്നുണ്ട്, ജിജി എ പറയുന്നുണ്ട്, സജ സി പറയുന്നുണ്ട്, വിദു എ പറയുന്നുണ്ട്, ജ്യോതി എ പറയുന്നുണ്ട്, അമൃത ഡി പറയുന്നുണ്ട്, പ്രീജ സി പറയുന്നുണ്ട്, ശ്യാമിലി എ പറയുന്നുണ്ട്, ലിജി എ പറയുന്നുണ്ട്, അശ്വതി എ പറയുന്നുണ്ട്, അമല എ പറയുന്നുണ്ട്, ആശ ഡി പറയുന്നുണ്ട്, ഋഷി ഡി പറയുന്നുണ്ട്, ഫറ ഡി പറയുന്നുണ്ട്, അജ്മൽ
ബബിത എ പറയുന്നുണ്ട്, സൂര്യ സി പറയുന്നുണ്ട്, ഷെറിൻ ഡി പറയുന്നുണ്ട്. യെസ്, നമുക്ക് നോക്കാം. അശ്വതി ബി പറയുന്നുണ്ട്. എന്താ കറക്റ്റ് ആൻസർ? ഇവിടെ ആക്ച്വലി ലെസിത്തിൻ സ്ഫിങ്കോമൈലിൻ റേഷ്യോ 2 to 2.5 എന്ന് പറഞ്ഞാൽ എന്താ അത് ഉദ്ദേശിക്കുന്നത്? മെച്യൂർ ഫീറ്റൽ ലങ്സ് ആണ് കേട്ടോ. ഇതാണ് കറക്റ്റ് ആൻസർ, മെച്യൂർ ഫീറ്റൽ ലങ്സ്. അതായത് ഇമ്മെച്യൂർ ഫീറ്റൽ ലങ് എന്ന് പറയുമ്പോൾ ഈവൻ ഉണ്ടല്ലോ, LS റേഷ്യോ എന്ന് പറയുന്നത് <1 കേട്ടോ. <1 എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അത് ഇമ്മെച്യൂർ ആയിട്ടുള്ള ഫീറ്റൽ ലങ് എന്നാണ് പറയുക. ഇമ്മെച്യൂർ ഫീറ്റൽ ലങ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്ത് അസുഖം സംഭവിക്കുക? എന്ത് അസുഖം വരും? ഇമ്മെച്യൂർ ആയിട്ടുള്ള ഫീറ്റൽ ലങ് വന്നു കഴിഞ്ഞാൽ RDS എന്ന് നമ്മൾ പറയില്ല. RDX അല്ല, RDS കേട്ടോ. RDX അല്ല, അതല്ല. എന്താ RDS? എന്താ RDS? റെസ്പിറേറ്ററി പറയൂ. റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. വെരി ഗുഡ്. ശ്രീലക്ഷ്മി ഒക്കെ ആൻസർ പറയുന്നുണ്ട്. അമൃത RDS പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അഞ്ചു RDS പറഞ്ഞിട്ടുണ്ട്. അമല, രശ്മിനാക്ക് RDS പറയും. യെസ്. നെക്സ്റ്റ് വേറൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് ജെല്ലി സ്റ്റൂൾസ് ആർ എ ക്യാരക്ടറിസ്റ്റിക് സിംറ്റം ഓഫ് വിച്ച് കണ്ടീഷൻ? ഏത് കണ്ടീഷന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഈ കറണ്ട് ജെല്ലി സ്റ്റൂൾസ് എന്ന് പറയുക? ഓപ്ഷൻ എ പൈലോറിക് സ്റ്റീനോസിസ്, ബി ഹിർഷ്സ്പ്രങ്സ് ഡിസീസ്, സി ഇൻഡ്യൂസ് സസെപ്ഷൻ, ഡി ഹൈറ്റൽ ഹെർണിയ. എന്താണ്? അശ്വതി എ പറയുന്നുണ്ട്, ശരണ്യ ബി പറയുന്നുണ്ട്, ജിസ്ന സി പറയുന്നുണ്ട്, അഞ്ജു സി പറയുന്നുണ്ട്, ദീപ സി പറയുന്നുണ്ട്, ദിവ്യ സി പറയുന്നുണ്ട്, ഷിഫാന സി പറയുന്നുണ്ട്, ദിവ്യ സി പറയുന്നുണ്ട്, സാൽവിൻ സി പറയുന്നുണ്ട്, ദിവ്യ ബി പറയുന്നുണ്ട്, ജ്യോതി സി പറയുന്നുണ്ട്, ആതിര സി പറയുന്നുണ്ട്, അമല ചിഞ്ചു സി പറയുന്നുണ്ട്. ഒത്തിരി പേര് സി പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ ആക്ച്വലി എന്താണ്? ഇൻഡ്യൂസ് സസെപ്ഷൻ ആണ് നമ്മുടെ ഈ കറണ്ട് ജെല്ലി സ്റ്റൂൾസ് എന്ന് പറയുക കേട്ടോ. ഇൻഡ്യൂസ് സസെപ്ഷൻ ആണ് എന്താ? കറണ്ട് ജെല്ലി സ്റ്റൂൾസ് എന്ന് പറയുക. എന്താണ് ഇൻഡ്യൂസ് സസെപ്ഷൻ? പറഞ്ഞേ, എന്താണ് ഇൻഡ്യൂസ് സസെപ്ഷൻ? എന്താണ് ഇൻഡ്യൂസ് സസെപ്ഷൻ? നമ്മൾ അതിന് പറയുന്നത് ടെലിസ്കോപ്പിംഗ് കേട്ടോ. ടെലിസ്കോപ്പിംഗ് ഓഫ് ദ ഇൻറ്റസ്റ്റൈൻ എന്നാണ് നമ്മൾ ഈ ഇൻഡ്യൂസ് സസെപ്ഷൻ പറയുക. എന്തായി ടെലിസ്കോപ്പിംഗ് എന്ന് പറയുന്നത്? ഈ ഡയഗ്രം നോക്കിക്കുക, നിങ്ങൾ മറക്കത്തില്ല. യെസ്, ഇതാണ് ഇൻഡ്യൂസ് സസെപ്ഷൻ കണ്ടോ. കുഞ്ഞിന്റെ ഇൻറ്റസ്റ്റൈൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇൻറ്റസ്റ്റൈൻ വന്നിട്ട് ഡിസ്റ്റൽ പോർഷന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു അല്ലെ. ഡിസ്റ്റൽ പോർഷന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നു കേട്ടോ. അത് കാരണം എന്ത് സംഭവിക്കും? റിട്ടൻഷൻ ഓഫ് ദ ഇൻറ്റസ്റ്റൈനൽ കണ്ടന്റ് ഇൻ ദ ഡിസ്റ്റൽ ബവൽ അബോവ് ദ ഇൻഡ്യൂസസെപ്ഷൻ. ഇൻഡ്യൂസസെപ്റ്റഡ് പാർട്ട് ഓഫ് ദ ബവൽ ആണ് ഇത് കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഡ്യൂസസെപ്ഷൻ എന്ന് പറയുക കേട്ടോ. ഇത് മറന്നു പോകരുത്. ഇൻഡ്യൂസസെപ്ഷൻ. യെസ്, ടെലിസ്കോപ്പിംഗ് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അമൃത, നീലിമ, അഖില, അശ്വതി ഒക്കെ പറയുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. അശ്വതി ചന്ദ്രനൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ വേറെ പാർട്ട് ഓഫ് ഇൻറ്റസ്റ്റൈൻ ടെലിസ്കോപ്സ് ഉള്ളിലേക്ക് കയറി പോവുക. അഡ്ജസ്റ്റന്റ് പാർട്ട് ലീഡിംഗ് ടു ബവൽ ഒബ്സ്ട്രക്ഷൻ കേട്ടോ. ബവൽ ഒബ്സ്ട്രക്ഷൻ ഇവിടെ നടക്കും. ഇതിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ജെല്ലി സ്റ്റൂൾസ് ആണ്. എന്താ ഈ കറണ്ട് ജെല്ലി സ്റ്റൂൾസ് എന്ന് പറയുക? സ്റ്റൂൾസ് മിക്സ്ഡ് വിത്ത് ബ്ലഡ് ആൻഡ് മ്യൂക്കസ് കേട്ടോ. ബ്ലഡും മ്യൂക്കസും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റൂളിനാണ് നമ്മൾ എന്ത് പറയുക? കറണ്ട് ജെല്ലി സ്റ്റൂൾസ് എന്ന് പറയുക. നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കി പോകാം, കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നത് കൂടെയാണ്. അപ്പൊ പൈലോറിക് സ്റ്റീനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്റ്റൊമക്കിന്റെ പൈലോറസിന് എന്ത് പറ്റും? സ്റ്റീനോസിസ് എന്ന് പറഞ്ഞാൽ നാരോയിങ് കേട്ടോ. നാരോയിങ് ഓഫ് ദ പൈലോറസിനെയാണ് നമ്മൾ പൈലോറിക് സ്റ്റീനോസിസ് എന്ന് പറയുക. അപ്പൊ എന്താ സംഭവം? ഒരു ല്യൂമൻ, ഇങ്ങനെ ഒരു ല്യൂമൻ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിലേക്കൂടെ ഒന്നും പോകത്തില്ല അല്ലെ. അതിലേക്കൂടെ ഒന്നും പോകത്തില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അതുവരെ പോയ കാര്യങ്ങളൊക്കെ കൂടെ ബും എന്ന് പറഞ്ഞിട്ട് വൊമിറ്റ് ചെയ്യും. പ്രൊജക്ടൈൽ വൊമിറ്റ് ചെയ്ത ഇങ്ങനെ കുഞ്ഞ് വൊമിറ്റ് ചെയ്യും കേട്ടോ. പ്രൊജക്ടൈൽ വൊമിറ്റിംഗ്. വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, ഒലിവ് ഷേപ്ഡ് മാസ് കേട്ടോ. ഒലിവ് ഷേപ്ഡ് മാസ് ചോദിക്കാവേ. പൈലോറിക് സ്റ്റീനോസിസിലാണ് എന്താണ്? ഒലിവ് ഷേപ്ഡ് മാസ്. പക്ഷെ ഇവിടെ സ്റ്റൂളിൽ ബ്ലഡ് ഉണ്ടാവില്ല. കാരണം എന്താണ്? ഈ നമ്മൾ കഴിക്കുന്ന സാധനം, കുഞ്ഞുങ്ങൾ കഴിക്കുന്ന സാധനം താഴേക്ക് പോകുന്നില്ല, പൈലോറിസിൽ പോയിട്ട് അവിടെ നിന്ന് ബുമ്മനെ പുറത്തേക്ക് വരും കേട്ടോ. അതാണ് പൈലോറിക് സ്റ്റീനോസിസ്. രണ്ടാമത്തത് ഹിർഷ്സ്പ്രങ്സ് ഡിസീസ്. ഹിർഷ്സ്പ്രങ്സ് ഡിസീസ് എന്താണ്? ടോക്സിക് കൺജനറ്റൽ ടോക്സിക് ഗാംഗ്ലിയോണിക് മെഗാകോളൺ എന്ന് പറയും അല്ലെ. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്താണ്? ആക്സോൺസ് അല്ലെങ്കിൽ നെർവ് സെൽസ് കൃത്യമായിട്ട് വന്നിട്ടില്ല. സോ അതിനാണ് നമ്മൾ ഹിർഷ്സ്പ്രങ്സ് ഡിസീസ് എന്ന് പറയുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡിലേഡ് മെക്കോണിയം, കൂടാതെ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ. അതായത് നെർവ് സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്രോണിക് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ കുഞ്ഞിനുണ്ടാവും. എവിടെയാണ്? ഹിർഷ്സ്പ്രങ്സ് ഡിസീസിൽ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ബ്രസ്റ്റ് മിൽക്ക് ക്യാൻ ബി സ്റ്റോർഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ഫോർ ഹൗ മെനി അവേഴ്സ്? എത്ര മണിക്കൂർ വരെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ബ്രസ്റ്റ് മിൽക്കിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും? പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ ആൻസേഴ്സ്. ഇതിന്റെ ഓപ്ഷൻസിന്റെ തന്നെ കാര്യമില്ല അല്ലെ. യെസ്, ബബിത കൺജനറ്റൽ ഗാംഗ്ലിയോണിക് മെഗാകോളൺ പറയുന്നുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ്. യെസ്, ഓപ്ഷൻ എ 2 hours, ബി 4 hours, സി 6 hours, ഡി 8 hours. പറയൂ ശ്രീ. യെസ്, വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ, സോറി. ആതിര ബി, സൗമ്യ സി, ധ്യാൻ സി, യെസ്, അശ്വതി സി, നിസിരാജ് ബി, രശ്മി സി, ഷെറിൻ സി,
കുറെ പേര് സിയും കുറെ പേര് ബിയും ഒക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കറക്റ്റ് ആൻസർ? ഞാൻ പറയുന്നു ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 4 മണിക്കൂർ വരെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. എത്രയാണ്? 4 മണിക്കൂർ വരെ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ റെഫ്രിജറേറ്ററിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? യെസ്, റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യാം. ഏതാണ് ടെമ്പറേച്ചർ? 4 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. 4 ഡിഗ്രി സെൽഷ്യസ് അപ് ടു 4 ഡേയ്സ്, 4 ദിവസം വരെ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഫ്രീസറിൽ വെച്ചിരിക്കാൻ നമുക്ക് ഏതാണ്ട് 6 മാസക്കാലം നമുക്ക് വെച്ചേക്കാം. പക്ഷെ ഫ്രീസറിന്റെ ടെമ്പറേച്ചർ ഏതാണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -18 ഡിഗ്രി സെൽഷ്യസ് ആകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വീണ്ടും ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമൺ കോസ് ഓഫ് സീഷേഴ്സ് ഇൻ എ ന്യൂ ബോൺ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ലൈഫ്? ന്യൂ ബോണിന്റെ ഇപ്പൊ ജനിച്ച കുട്ടിയുടെ, അതായത് 28 ദിവസത്തിന് മുന്നേ ഉള്ളു ന്യൂ ബോൺ. ആ ന്യൂ ബോണിന്റെ ഫസ്റ്റ് ഡേ ഓഫ് ലൈഫില് സീഷേഴ്സ് ഉണ്ടാകുന്നതിന് കാരണം അല്ലാത്തത്? ഓപ്ഷൻ എ ഹൈപ്പോഗ്ലൈസീമിയ, ബി ടെറ്റനസ്, സി അസ്ഫിക്സിയ, ഡി ഇൻട്രാവെൻട്രിക്കുലർ ബ്ലീഡിംഗ്. എന്താണ്? പറയൂ. ജ്യോതി ബി പറയുന്നുണ്ട്, ജയശ്രീ ഡി പറയുന്നുണ്ട്, ധീര എ പറയുന്നുണ്ട്, ദിവ്യ ബി പറയുന്നുണ്ട്, ലിൻസി സി പറയുന്നുണ്ട്. യെസ് നോട്ടാണ്. ദിവ്യ ബി പറയുന്നുണ്ട്. യെസ് പറയൂ. ലക്ഷ്മി ബി പറയുന്നുണ്ട്, ധ്യാൻ ബി പറയുന്നുണ്ട്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ചോദിക്കാം. സാൻവി ബി പറയുന്നുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. യെസ് പാർവതി ബി പറയുന്നുണ്ട്. യെസ്, കുറെ പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി. എന്താ കറക്റ്റ് ആൻസർ ഇവിടെ? ഓപ്ഷൻ ബി ടെറ്റനസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. കാരണം എന്താ കാരണം? അതുകൂടെ പറഞ്ഞേ. ഈ കറക്റ്റ് ആൻസർ പറഞ്ഞൊക്കെ കാരണം കൂടെ പറഞ്ഞേ. ആക്ച്വലി ഹൈപ്പോഗ്ലൈസീമിയ കാരണം എന്താ? സീഷർ ഉണ്ടാകാം ഫസ്റ്റ് ഡേയിൽ തന്നെ. അസ്ഫിക്സിയ, അതായത് കുഞ്ഞിന് പ്രോപ്പർ ആയിട്ട് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല, ഉണ്ടാകാം. ഹൈപ്പോക്സിയ കാരണം കുഞ്ഞിന് സീഷർ ഉണ്ടാകാം. ഇൻട്രാവെൻട്രിക്കുലർ ബ്ലീഡിംഗ്, ബ്രെയിനിലെ ബ്ലീഡിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിന് സീഷർ ഉണ്ടാകാം. പക്ഷെ ടെറ്റനസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഡേയിൽ സീഷർ ഉണ്ടാകാത്ത? കാരണം എന്താ? ടെറ്റനസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടെറ്റനസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 4 to 14 ഡേയ്സ്. ഓർക്കാൻ നല്ല എളുപ്പം അല്ലെ? 4 മുതൽ 14 ദിവസം വരെയാണ് ടെറ്റനസിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഡേയിൽ കുഞ്ഞിന് സീഷർ വരാത്തത് കേട്ടോ. അതാണ് അതിന്റെ റീസൺ. അപ്പം യെസ്, ടെറ്റനസ് സാധാരണ എങ്ങനെയൊക്കെ ഉണ്ടാകുക? കുഞ്ഞിന് ടെറ്റനസ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അത് ആക്ച്വലി പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാത്ത ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞിന്റെ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് സാധാരണ വരിക അല്ലെ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ബർത്ത് വെയിറ്റ് ട്രിപ്പിൾസ് ബൈ ഡാഷ് ഏജ്. എത്ര വയസ്സാകുമ്പോഴാണ് കുഞ്ഞിന്റെ ബർത്ത് വെയിറ്റ് ട്രിപ്പിൾ ആകുന്നത്? നമ്മൾ ആക്ച്വലി നമ്മുടെ ഒരു വൺ ലൈനർ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യമാണ് ഇത്. എ 6 months, ബി 9 months, സി 1 year, ഓപ്ഷൻ ഡി 2 years. യെസ്, വെരി ഗുഡ്. 1-2 പേര് തെറ്റിച്ചിട്ടുണ്ടല്ലോ. യെസ്, എല്ലാവരും മെജോറിറ്റി ആൾക്കാർ സി ആണ് പറഞ്ഞത്. വെരി ഗുഡ്. അതായത് ട്രിപ്പിൾസ് ആകുന്നത് എപ്പോഴാണ്? ട്രിപ്പിൾസ് ആകുന്നത് 1 ഇയറിലാണ്. ഡബിൾ ആകുന്നതോ 5 to 6 monthsലാണ്. അതെ, 5 to 6 monthsലാണ് കുഞ്ഞിന്റെ ബർത്ത് വെയിറ്റ് ഡബിൾ ആകുന്നത്. ഇതൊക്കെ ചോദിക്കും കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഡബിൾ ആകുന്നത് 5 to 6 monthsലാണ്. ട്രിപ്പിൾസ് ആകുന്നത് 1 ഇയറിലാണ്. 2 year ആകുമ്പോഴോ 4 മടങ്ങാകും കേട്ടോ. ക്വാഡ്രപ്പിൾസ് ആകും. ക്വാഡ്രപ്പിൾസ് ബൈ 2 years ആണ്. നെക്സ്റ്റ്, ഹൂ പ്രപ്പോസ് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്? ഓപ്ഷൻ എ സിഗ്മണ്ട് ഫ്രോയിഡ്, ബി ജീൻ പിയാഷെ, സി എറിക്സൺ, ഡി ലെവ് വൈഗോട്സ്കൈ. യെസ്, പറയൂ. യെസ്, നിങ്ങളൊക്കെ പഠിച്ചോ. വെരി ഗുഡ്, ഗ്രേറ്റ്. യെസ്, കറക്റ്റ് ആൻസർ എന്താണ്? ജീൻ പിയാഷെ ആണ് കറക്റ്റ് ആൻസർ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി പ്രപ്പോസ് ചെയ്ത ആരാണ്? ജീൻ പിയാഷെ ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്തായിരുന്നു? സൈക്കോസെക്ച്വൽ തിയറി അല്ലെ. സൈക്കോസെക്ച്വൽ തിയറി ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. എറിക്സൺ ആണെങ്കിലോ സൈക്കോ സോഷ്യൽ തിയറി. യെസ്, വൈഗോട്സ്കൈ എന്തായിരുന്നു? പറഞ്ഞേ, വൈഗോട്സ്കൈ എന്തായിരുന്നു? പറയൂ. വൈഗോട്സ്കൈ എന്ത് തിയറിയാ പ്രപ്പോസ് ചെയ്തത് വൈഗോട്സ്കൈ? യെസ്, പറയൂ. യെസ്, സോഷ്യോ കൾച്ചറൽ ചോദിക്കാം. സോഷ്യോ കൾച്ചറൽ തിയറി പ്രപ്പോസ് ചെയ്താരാണ്? വൈഗോട്സ്കി ആണ് സോഷ്യോ കൾച്ചറൽ തിയറി പ്രപ്പോസ് ചെയ്തത്. നെക്സ്റ്റ്, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കൺജനൈറ്റൽ മാൽഫോർമേഷൻ ഇൻ വിച്ച് ദ ഓപ്പണിംഗ് ഓഫ് യൂറിത്ര ഈസ് ഓൺ ദ ഡോർസം ഓഫ് പീനിസ്. കുഞ്ഞിന്റെ പീനിസിന്റെ ഡോർസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലത്തെ സൈഡ് കേട്ടോ. പീനിസിന്റെ മുകളിലത്തെ സൈഡിലാണ് ഓപ്പണിംഗ് വരുന്നത് എങ്കിൽ അതിന് നമ്മൾ എന്തു പറയും കേട്ടോ? ഓപ്ഷൻ എ ഹൈപ്പോസ്പെഡിയാസിസ്, ഓപ്ഷൻ ബി എപ്പിസ്പെഡിയാസിസ്, സി ഫൈമോസിസ്, ഡി പാരാഫൈമോസിസ്. എന്താണ്? ദിവ്യ ബി പറയുന്നുണ്ട്, അനുപമ ബി പറയുന്നുണ്ട്, ജംസിറ ബി പറയുന്നുണ്ട്.
യെസ് അലിഷ ബി പറയുന്നുണ്ട്, ബബിത എപ്പിസ്പേഡിയാസിസ് പറയുന്നുണ്ട്, അഞ്ജലി ബി പറയുന്നുണ്ട്, ശാലിനി ബി പറയുന്നുണ്ട്. യെസ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എന്താണ് കറക്റ്റ് ആൻസർ? എപ്പിസ്പേഡിയാസിസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ എന്താ ഹൈപ്പോസ്പേഡിയാസിസ് എന്താണ്? നമ്മൾ പറയും വെൻട്രൽ ആസ്പെക്ട് എന്ന് പറയും കേട്ടോ. വെൻട്രൽ ആസ്പെക്ടിനാണ് എന്ത് പറയുക? ഹൈപ്പോസ്പേഡിയാസിസ് എന്ന് പറയുക. അപ്പൊ ഫൈമോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ സ്കിൻ റിട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അതിനാണ് നമ്മൾ എന്ത് പറയുക? ഫൈമോസിസ്. ഫൈമോസിസ്. നെക്സ്റ്റ് എന്താ പാരാഫൈമോസിസ്? ഈ റിട്രാക്ട് ചെയ്ത ഫോർ സ്കിന്നെ തിരിച്ച് എന്താ അതിന്റെ പ്ലേസിലേക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പാരാഫൈമോസിസ്. അത് കാരണം സ്വെല്ലിംഗ് ഉണ്ടാകും കേട്ടോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഇത് നിങ്ങൾ എല്ലാവരും ആൻസർ എനിക്കറിയാം. ആൻഡ് ഒലിവ് ഷേപ്ഡ് മാസ് ഇൻ ദ അപ്പർ ക്വാഡ്രന്റ് ഓഫ് എ ഇൻഫന്റ്സ് അബ്ഡോമൻ ഇൻ സജസ്റ്റീവ് ഓഫ് വിച്ച് കണ്ടീഷൻ? കേട്ടോ, ഈ ഒലിവ് ഷേപ്ഡ് മാസ് കുഞ്ഞിന്റെ അപ്പർ ക്വാഡ്രന്റിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് കണ്ടീഷൻ എന്ന് അതിന് പറയുക? ഓപ്ഷൻ എ ഇൻഡോസസെപ്ഷൻ, പൈലോറിസ്റ്റീനോസിസ്, ഓപ്ഷൻ സി അപ്പൻഡിസൈറ്റിസ്, ഓപ്ഷൻ ഡി ഹിഷ്പ്രിങ്സ് ഡിസീസ്. യെസ്, എല്ലാവരും ബി പറയുന്നുണ്ട് അല്ലെ. ശരൺ ബി പറയുന്നുണ്ട്, ധ്യാൻ ബി പറയുന്നുണ്ട്, യെസ് അഞ്ജു ബി പറയുന്നുണ്ട്, യെസ് ബബിത പൈലോറിസ്റ്റീനോസിസ് എന്ന് തന്നെ പറയുന്നുണ്ട്, അശ്വതി വിജയലക്ഷ്മി ഒക്കെ ബി പറയുന്നുണ്ട്. യെസ് 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 വെരി ഗുഡ് വെരി ഗുഡ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി തന്നെയാണ്, പൈലോറിസ്റ്റീനോസിസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. യെസ് വെരി ഗുഡ്. നെക്സ്റ്റ് വീണ്ടും ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ ദ ബർത്ത് ഓഫ് എ നിയോനേറ്റ്, കേട്ടോ ക്വസ്റ്റ്യൻ നന്നായിട്ട് കേൾക്കണേ. After the birth of a neonate, the ductus arteriosus usually closes and becomes which structure? കേട്ടോ, ഈ എന്താണ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഡക്ടസ് ആർട്ടീരിയോസിസ് ക്ലോസ് ആകുന്നു, അതിനുശേഷം അത് എന്ത് സ്ട്രക്ചർ ആകുന്നു? ഓപ്ഷൻ എ ലിഗമെന്റം വീനോസിസ്, ബി ലിഗമെന്റം ടെറിസ്, സി ലിഗമെന്റം ആർട്ടീരിയോസിസ്, ഓപ്ഷൻ ഡി കൊറോണറി ലിഗമെന്റ്. പറയൂ. എസ് അമൃത സി പറയുന്നുണ്ട്, നിസില സി പറയുന്നുണ്ട്, അഞ്ജു സി പറയുന്നുണ്ട്, എസ് ദീപ സി പറയുന്നുണ്ട്, ഹരിഷ്മ സി പറയുന്നുണ്ട്, കാർത്തിക ബി പറയുന്നുണ്ട്, അഹാന ബി പറയുന്നുണ്ട്, എസ് ചിഞ്ചു സി പറയുന്നുണ്ട്, വിജയലക്ഷ്മി സി പറയുന്നുണ്ട്, പാർവതി സി പറയുന്നുണ്ട്, ഗോപിക സി പറയുന്നുണ്ട്, കുറച്ച് പേര് ബി പറയുന്നുണ്ട്. യെസ് 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 യെസ്. എന്താണ് കറക്റ്റ് ആൻസർ? ആക്ച്വലി ഇവിടെ ലിഗമെന്റം ആർട്ടീരിയോസിസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി ഒന്ന് രണ്ട് കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എന്താണ് ഡക്ടസ് ആർട്ടീരിയോസിസ്? നമ്മൾ എന്തിനാണ് ഈ ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുക? പൾവിനറി ആർട്ടറിയും പിന്നെ എന്തായിരുന്നു നമ്മുടെ ഡിസെൻഡിങ് അല്ലെ, ഡിസെൻഡിങ് അയോർട്ടയും തമ്മിലുള്ള കണക്ഷനാണ് നമ്മുടെ ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുക. ഇത് എപ്പോഴാണ് ക്ലോസ് ചെയ്യുക? ആക്ച്വലി 12 to 24 hours അല്ലെ, 12 to 24 hours ആഫ്റ്റർ ബർത്ത് ആണ് അനാട്ടമിക്കൽ ക്ലോഷർ. ഫങ്ഷണൽ ക്ലോഷർ വരിക വിത്തിൻ 1 week ആണ് പറയുക അല്ലെ. ഇവിടെ ആൻസർ വരിക ലിഗമെന്റം ആർട്ടീരിയോസ് ആണ്. നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കിപ്പോവാം. ലിഗമെന്റം വീനോസിസ്. എന്താണ് ലിഗമെന്റം വീനോസിസ്? ഡക്ടസ് വീനോസിസ്, അതായത് ഡക്ടസ് വീനോസിസിൽ വരുന്ന കണക്ഷൻ ആണ് എന്ത്? ഈ ലിഗമെന്റം വീനോസിസ് എന്ന് പറയുക. അതായത് ഫീറ്റൽ ലിവർ ഷണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ലിഗമെന്റം വീനോസിസ് എന്ന് പറയുക. ലിഗമെന്റം ടെറീസ് ആണെങ്കിലോ അംബ്ലിക്കൽ വെയിൻ, കേട്ടോ, അംബ്ലിക്കൽ വെയിനിൽ നിന്നുള്ള കണക്ഷനാണ് നമ്മൾ ലിഗമെന്റം ടെറീസ് എന്ന് പറയുക അല്ലെ. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് വെയിറ്റ് ഓഫ് എ 5-year-old ചൈൽഡ് അക്കോർഡിംഗ് ടു വിച്ച് ഫോർമുല? കേട്ടോ, വിച്ച് ഫോർമുല വെച്ചിട്ട് 5 വയസ്സുള്ള കുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ടാകും? ഓപ്ഷൻ എ 15 കിലോ, ഓപ്ഷൻ ബി 18 kg, ഓപ്ഷൻ സി 20 kg, ഓപ്ഷൻ ഡി 22 kg. യെസ്, അനിത ബി പറയുന്നുണ്ട്, ശ്രീജ സി പറയുന്നുണ്ട്, ജയശ്രീ ബി പറയുന്നുണ്ട്, രഗീത ബി പറയുന്നുണ്ട്, ലിൻസി ബി പറയുന്നുണ്ട്, നെവർ ഗിവ് അപ്പ് സി പറയുന്നുണ്ട്, അനു ജേക്കബ് ബി പറയുന്നുണ്ട്, നിസിരാജ് ബി പറയുന്നുണ്ട്, ശരൺ സി പറയുന്നുണ്ട്, ശാലിനി ബി പറയുന്നുണ്ട്, യെസ് ആതിര ബി പറയുന്നുണ്ട്, പാർവതി സി പറയുന്നുണ്ട്, അമ്മു ബി പറയുന്നുണ്ട്, ശാന്തില ബി പറയുന്നുണ്ട്. യെസ്, കറക്റ്റ് ആൻസർ ഒത്തിരി പേര് പറയുന്നുണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 18 ആണ്, 18 kg വരിക. അപ്പൊ എന്താ വീച്ച് ഫോർമുല? പറയൂ, വീച്ച് ഫോർമുല എന്താണ്? ഏജ് ഇൻ ഇയേഴ്സ് ഇൻറ്റു 2+, ഏജ് ഇൻ ഇയേഴ്സ് ഇൻറ്റു 2+ അല്ലെ, 2+8 അല്ലെ, ഏജ് ഇൻ ഇയേഴ്സ് 2+8. കേട്ടോ, നിങ്ങളൊക്കെ ഓർക്കും കാൽക്കുലേഷൻ വളരെ പാടാണെന്ന് ഓർക്കും അല്ലെ. പക്ഷെ കാൽക്കുലേഷൻ ഇത് നമുക്ക് ചോദിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ചോദിക്കത്തുള്ളൂ. അപ്പൊ 5 into 2 എത്രയാണ്? 10 + 8 എത്രയാണ്? 18 അല്ലെ. 18 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും വിട്ട് കളയരുതേ കേട്ടോ. യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ which of the following is not a sign of good latch during breastfeeding? കേട്ടോ, എന്താണ് ബ്രസ്റ്റ് ഫീഡിങ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് കേട്ടോ. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. സോ which of the following is not a sign of good latch during breastfeeding സമയത്ത് ഗുഡ് ലാച്ചിന്റെ സൈൻ അല്ലാതെ വരുന്നത് ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ ബേബീസ് ചിൻ ഫേംലി ടച്ചസ് ദ ബ്രസ്റ്റ്, ഓപ്ഷൻ ബി ബേബീസ് മൗത്ത് ഈസ് വൈഡ്ലി ഓപ്പൺ,
ഓപ്ഷൻ സി ബേബീസ് ലിപ്സ് ആർ കേൾഡ് ഔട്ട്. ഓപ്ഷൻ ഡി ബേബീസ് ലിപ്സ് ആർ കേൾഡ് ഇൻ. ഇതിൽ ഏതാണ്? യെസ് സജ ഡി പറയുന്നുണ്ട്, ചിഞ്ചു ഡി പറയുന്നുണ്ട്, ശ്യാമിലി ഡി പറയുന്നുണ്ട്, ദിവ്യ ഡി പറയുന്നുണ്ട്, അമ്മു ഡി പറയുന്നുണ്ട്, യെസ് ചിഞ്ചു ഡി പറയുന്നുണ്ട്, അനീഷ ഡി. എല്ലാവരും ഡി ആണല്ലോ പറയുന്നത്, ആർക്കും ഡൗട്ട് ഇല്ല. യെസ് വെരി ഗുഡ്. ഇവിടെ ആക്ച്വലി എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. എന്താ ബാക്കിയെല്ലാം ഗുഡ് ലാച്ചിന്റെ സൈൻ ആയിട്ടാണ് നമ്മൾ പറയുക അല്ലെ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ, ജസ്റ്റ് അതിന്റെ എന്താ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇതാണ് ഇതാണ് ആക്ച്വലി എന്താ കറക്റ്റ് ലാച്ച് എന്ന് പറയുക. മൗത്ത് കവേഴ്സ് ദ ഏരിയോള കേട്ടോ, മൗത്ത് കവേഴ്സ് ദ ഏരിയോള. ദെൻ ലിപ്സ് ആർ ഫ്ലാങ്ഡ് ഔട്ട്. ലിപ്സ് കണ്ടോ ഫ്ലാങ്ഡ് ഔട്ട്, പുറത്തേക്ക് വരുന്നു കേട്ടോ. ദെൻ ചിൻ ഈസ് ക്ലോസ് ടു ദ ബ്രസ്റ്റ് വിത്ത് ഹെഡ് ഫ്ലിപ്ഡ് ഇൻ കേട്ടോ. ഹെഡ് ക്ലോസ് ചെയ്ത് വരുന്നു ബ്രസ്റ്റിലേക്ക്. സോ ഇതാണ് ആക്ച്വലി കറക്റ്റ് എന്താണ് ഇൻഫന്റ് ലാച്ച് ഓൺ പൊസിഷൻ എന്ന് പറയുക. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, അപ്പൊ നമ്മൾ ആക്ച്വലി ഇന്നത്തെ ഡിസ്കഷന്റെ എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് പറയുക. ഓക്കെ, ജസ്റ്റ് ഒരു ചാറ്റ് ആയിട്ട് തന്നെ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ ചാറ്റ് ആയിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇടുക. അതുകൂടാതെ നിങ്ങളുടെ എക്സാമിന് വേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ എല്ലാ ആശംസകളും നേരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ റിവിഷൻ ബാച്ച്, JPHന്റെ റിവിഷൻ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ നടക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇന്നും ആക്ച്വലി നമ്മുടെ ലൈവ് റിവിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. 9 o'clock 9 to 10:30 വരെ ഉണ്ടാകും. സോ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് അപ്പ് ആയി റെഡിയായി നമ്മുടെ 9 മണിക്കുള്ള ക്ലാസ്സിനായിട്ട് റെഡി ആകും കേട്ടോ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.